പരമസമ്പന്നനിൻ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സൗമനസാ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതു ചെറിയ സംഗതിയോ ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വന്യമോ ദൈവകരുണയിൽ ധനമാകാര്യം ദൈവസൂതൻ പശുശാലയിൽ താരനായി അവതരിച്ചതു വെറും കഥയോ ദൈവസൂതൻ പശുശാലയിൽ താരനായി അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നാകെ സമർച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നാകെ സമർച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വന്യമോ ദൈവകരുണയിൽ ധനമാകാര്യം അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവനെ അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവനെ കനിവൊരു കണികയും വെള്ളിയെ നൽകിയ കഴുമരം ചുവപ്പതും കാണി കനിവൊരു കണികയും വെള്ളിയെ നൽകിയ കഴുമരം ചുവപ്പതും കാണി ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വന്യമോ ദൈവകരുണയിൽ ധനമാകാര്യം കുരിശു ചുമന്നവൻ കിഴിമുകളേറി പിടിച്ചു കൈകാലുകളിൽ അതിന്മേൽ കുരിശു ചുമന്നവൻ കിഴിമുകളേറി പിടിച്ചു കൈകാലുകളിൽ അതിന്മേൽ ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതും സ്മരിക്കുകൽ വിസ്മയനീയം ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതും സ്മരിക്കുകൽ വിസ്മയനീയം ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വന്യമോ ദൈവകരുണയിൽ ധനമാകാര്യം നാവാൻ വന്യമോ ദൈവകരുണയിൽ ധനമാകാര്യം ഹല്ലേലൂയ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൂടെ കടന്നു വരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത്യാവശ്യമായി മറ്റൊരു സഭയിൽ ആരാധന നടത്താൻ പോകേണ്ടതുകൊണ്ട് നമുക്ക് കടന്നു പോകാനിടയായിരുന്നു. ഇന്ന് പകൽക്കാലം തൊടുപുഴ ടൗൺ ചർച്ച് കൂടുതൽ ആരാധന പങ്കെടുക്കുവാനിടയായി തീർന്നു.
സ്തോത്രം. വലിയ ഒരു ജനസമൂഹവും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചുരുക്കം പേരായിരിക്കുന്നു. കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം ആ കോറം നമ്മൾ തിരഞ്ഞിരിക്കുകയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് അറിയിച്ചൊരു കർത്താവ് വാഗ്ദത്ത പ്രകാരം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രകാരം കിട്ടിയ ഒരു നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പരിചയപ്പെട്ട നാൾ മുതൽ ഇവിടെ ഒരു കൂട്ടായ്മയ്ക്ക് കടന്നു വരണമെന്ന മനസ്സിൽ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കുവൈറ്റിൽ കടന്നു പോയതോടുകൂടി സഭാ ചാർജ് വിടുവാൻ ഇടയായി തീർന്നു. മറ്റൊരാളെ അവിടെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഇപ്രകാരമായിരിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവിക പാദങ്ങളിലായി അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോബിന്റെ പുസ്തകം 39 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോബ് 39:5. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാൽ വനഗർഭത്തെ കെട്ടഴിച്ചതാൽ. നമ്മുടെ കണ്ണുകളിലേക്കാം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് വലിയതുമായ നല്ല സമയത്തിനായി തിരുമേനിക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭിച്ച വേദാംശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഏതാത്മാവിനാൽ വചനം എഴുതിയോ അതേ ആത്മാവിനാൽ അത് വിചിന്തനം ചെയ്യുവാൻ ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലതയും ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൈവമേ അടിയിലൂടെ സംസാരിക്കണമേ, നാളോട് കൂടിയിരിക്കണമേ, ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. ദൈവിക ആരാധനയ്ക്കും ദൈവിക അരുളപ്പാടിനും കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി ഈ ദേശത്തിന്മേൽ ആവരിച്ചു പോരാടുന്ന എല്ലാ ദുഷ്ടപോരുകളെ സ്വർഗം വെട്ടി നീക്കണം. ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ഞാന് ഇവിടെ ആയിരിക്കുന്ന മൈക്കിൾ സാറും ഞാനും ഒക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒന്നിച്ച് ഉണ്ടായിരുന്നതാണ്. എൻ്റെ സീനിയർ ബാച്ചായി ആയിരുന്നു. പക്ഷേ ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഏതാണ്ട് 92 കാലയളവിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1992 ജൂലൈ മാസം 26-ാം തീയതി കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. കത്തോലിക്ക് ഞങ്ങളുടെ എൻ്റെ വല്യപ്പച്ചൻ്റെ കാലം മുതലുള്ള പാരമ്പര്യം ഞങ്ങൾക്ക് കത്തോലിക്ക സമീപമായിരുന്നു. സ്തോത്രം. എൻ്റെ ചെറുപ്പകാലത്തെ എൻ്റെ ആഗ്രഹവും പഠനമൊക്കെ ഒരു കത്തോലിക്ക പുരോഗതിനായി തീരണമെന്നുള്ള ആഗ്രഹമായിരുന്നു. സ്തോത്രം. എന്തോ അവരോടൊരു അഗാധമായ താല്പര്യവും സ്തോത്രമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സ്തോത്രം. തിരുവഴുത്തിൽ പുരോഹിത ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് അവർക്ക് പന്തിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹം ആയിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. 1977 എനിക്ക് പട്ടാളത്തിലേക്ക് സെലക്ഷൻ ലഭിക്കുവാനിടയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അതിൽ പോകുന്നതിന് എൻ്റെ കുടുംബ പശ്ചാത്തലം അതിനെ അനുവദിച്ചില്ല, കടന്നു പോകാനിടയായി തീർന്നില്ല. 1979 കേരള പോലീസിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് എനിക്ക് സെലക്ഷൻ ലഭിക്കുവാനിടയായിരുന്നു. 35 വർഷത്തെ സർവീസിന് ശേഷം, ദീർഘമായ സർവീസിന് ശേഷം 2014 7-ാം മാസം വിരമിക്കുവാനിടയായിരുന്നു. എൻ്റെ കുടുംബജീവിതം, എൻ്റെ ബാല്യകാലമൊക്കെയും വളരെ ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നു.
സൂര്യപ്രകാശവും ജലവും കിട്ടാതെ മുരടിച്ചു വളരുന്ന ഒരു സസ്യത്തിന് സമാനമായിരുന്നു എൻ്റെ ജീവിതം. അതിനുശേഷം 1983 കാലഘട്ടത്തിൽ ഞാൻ വിവാഹിതനാകുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ കരുതുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ ശുശ്രൂഷിക്കുവാൻ ഒരാളെ ലഭിച്ചുവെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ആശകൾക്കപ്പുറമായി, ചിന്തകൾക്കതീതമായി 90 ദിവസം തികയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളുമായി പിണങ്ങി ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളുമായി ജോലി സ്ഥലത്ത്, അന്ന് ഞാൻ നെടുങ്കണ്ടത്ത് ജോലി ചെയ്യാണ്, അങ്ങോട്ട് കടന്നു പോകാനിടയായി. വിവാഹം കഴിഞ്ഞ് 90 ദിവസം പോലും തികയാതെ 89ാമത്തെ ദിവസം വീട് വിട്ടു പോകുന്നത് ആർക്കും താല്പര്യമില്ലായിരുന്നു. സ്തോത്രം. വിവാഹം കഴിഞ്ഞ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂട്ടിനായി കിട്ടിയ പ്രിയപ്പെട്ടവൾ ഒരു മാനസിക വിഭ്രാന്തിയുള്ള പ്രിയപ്പെട്ടവളാണ് മനസ്സിലായത്. സ്തോത്രം. മെന്റലി ഡിസ്പ്രസ്ഡായി, മെന്റലി ഡിസോർഡറായിരിക്കുന്ന ഒരു സഹോദരിയാണ് ലഭിക്കുവാനിടയായിട്ടുള്ളത്. തുടർന്നുള്ള അങ്ങോട്ടുള്ള ആ ജീവിതം, കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ അത് കടന്നുപോയി. വിടുതലിന് വേണ്ടി കത്തോലിക്ക സഭയുടെ ആയിരിക്കുന്ന ആ ചില പുണ്യ സ്ഥലങ്ങളെന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി നൊവേന നോക്കി, അതുപോലെ മണർകാട്, പുതുപ്പള്ളി തുടങ്ങിയ മറ്റ് പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുവാനിടയായി തോന്നുന്നു. അവരൊക്കെ പറഞ്ഞതനുസരിച്ച് അനേക പ്രാർത്ഥനകളും നൊവേനകളും നടത്തി. പക്ഷെ അവയ്ക്കൊന്നും എന്നെയോ എൻ്റെ കുടുംബത്തിനെയോ വിടിവിക്കുവാൻ സാധിച്ചില്ല. അനേകം മന്ത്രവാദിനികളുടെ അടുത്തും മുസ്ലിം ഉസ്താദുകളുടെ അടുത്തും കടന്നുപോയി. വിടുതലില്ലാതായി കുടുംബജീവിതത്തിൽ സമാധാനമില്ലായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പതുക്കെ മദ്യത്തിലേക്ക് വഴുതി വീഴുവാനിടയായിട്ടുണ്ട്. മദ്യപാനത്തിലൂടെയാണ് സന്തോഷം, സമാധാനം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അന്നൊന്നും കർത്താവിന്റെ വചനം എനിക്ക് അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്ന ലോകം തരുന്ന പോലെയല്ല. അതൊന്നും അനുഭവിപ്പാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ലോകത്തിൽ കുടുംബജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി പലയിടത്തും കടന്നുപോയി. അവിടെയൊന്നും ആ ശക്തികൾക്കൊന്നും, ആരാധനാമൂർത്തികൾക്കൊന്നും എന്നെ എൻ്റെ കുടുംബത്തെ വിടിവിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ മദ്യപാനത്തിന് അടിമപ്പെട്ട് അങ്ങനെ യാതൊരു അതേ സ്തോത്രം കലയ നാമമാത്ര ആരാധനാനുഷ്ഠാനങ്ങളുമായി മാത്രം ഇങ്ങനെ ജീവിതം നയിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കെ 1992 കാലഘട്ടത്തിൽ ഞാൻ ഇടുക്കി പൈനാവിന്റെ പ്രദേശത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ KC അലീസ, അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ രുചിച്ചറിയുവാൻ ഇടയായിത്തീർന്നത്. യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. അങ്ങനെ ഇടുക്കി മരിയാപുരത്തുള്ള ഒരു വീട്ടില് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ആത്മീയപിതാവിനോടൊപ്പം കടന്നു. അവിടെ ചെന്ന് ദൈവദാസനിലൂടെയുള്ള ദൈവവചന ശുശ്രൂഷ എന്നെ വളരെ ഭാരപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനകളും പുണ്യാത്മാരോടുള്ള പ്രാർത്ഥനകളും മാതാവിനോടുള്ള പ്രാർത്ഥനകളും ഇതിനെക്കുറിച്ചുള്ള വചനം പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വളരെ ബുദ്ധിമുട്ടായി. ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ അവസാനം ആ ദൈവദാസനിലൂടെ എന്നോട് പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഇടുവാനിടയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദനകളും കഷ്ടങ്ങളും, ആത്മഹത്യക്ക് വേണ്ടി 3 പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി അതേ സ്തോത്രം കാലിൽ തീരുമാനമെടുത്തു. അവിടെയെല്ലാം കർത്താവിന്റെ കരം തന്റെ ദൂതനെ അയച്ച് വെടിവെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ 1992 ജൂലൈ മാസം 26-ാം തീയതി നാം ആരാധിക്കുന്ന
ദൈവജനം ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനിടയായി. 1993 ജാനുവരി മാസം 30-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനിടയായി. എന്നാൽ അതിനുശേഷവും പിന്നെയും കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളായി സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വളരെ പ്രയാസത്തോടെ അത് ആ കടന്നുപോയ കാലഘട്ടങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഞാന് വിശ്വാസ സ്നാനത്തിനായി കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ കുമളി റോസാപ്പക്കണ്ടം എന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ കാണുകയില്ല. അതെ, അതിനടുത്ത് ഞാൻ താമസിക്കുന്നിടത്ത് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഉണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ എവിടെയും ഞാനൊരു മരത്തിൽ തോന്നി നിൽക്കും. അതായിരിക്കും നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞു, ദൈവഹിതമതാണെങ്കിൽ നടക്കട്ടെ, ദൈവഹിതമല്ല എങ്കിൽ അത് നടക്കിയല്ല എന്ന് പറയുവാനിടയായിട്ട് ഞാനൊന്ന് കടന്നുപോയി. കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിച്ച് മടങ്ങി വരുവാനിടയായി. സവിസ്തരമായി സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാനുണ്ടെങ്കിലും അതിന് പിന്നത്തേതിൽ പിന്നെ ഒരു ദിവസം സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും തുടർന്ന് ഞാൻ ഒറ്റയ്ക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ എൻ്റെ മൂത്ത മോനും എന്നോടുകൂടെ ആരാധനയ്ക്ക് വരുമായിരുന്നു. പിന്നത്തേതിൽ എൻ്റെ മകനെ എൻ്റെ പ്രിയപ്പെട്ടവൾ ഒത്തിരി ദേഹോത്തരമൊക്കെ ഏൽപ്പിച്ചതിൻ്റെ ഇതിൽ മകൻ കടന്നു വന്നില്ല. എന്നാൽ ഞാനിങ്ങനെ ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാം. അതേ സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇന്നേക്ക് 2 വർഷത്തിനകമായി വിശ്വാസത്തിൽ വരും. ഞാൻ വരികയില്ല, 20 വർഷം കഴിഞ്ഞാൽ ഞാൻ വരികയില്ല. ഞങ്ങളൊരു ബന്ധക്കോസുകാരി വാങ്ങി ജീവിച്ചോ എന്ന് പറയുവാനിടയായിട്ടുള്ളൂ. ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ 2 വർഷത്തിനകം നീ വിശ്വാസം വന്നില്ലെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകം എടുത്ത് താഴെ വെക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ദൈവത്തോട് ക്ഷമ ചോദിച്ച്, കർത്താവേ, ഞാൻ അതേ അവിവേകമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും എന്റെ പ്രിയപ്പെട്ടവളെ ഈ വചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനപ്രകാരം പ്രിയപ്പെട്ടവളെ വിടിവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. ഇപ്പോൾ 2 വർഷം 93-94 ജാനുവരി ആയപ്പോൾ 1 വർഷം കഴിഞ്ഞു. 95 ജാനുവരി മാസമാകുമ്പോൾ 2 വർഷമാകും. വളരെ ഭാരത്തോടെ ആവലോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി തോന്നുന്നു. 94 ഡിസംബർ മാസം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്റെ ഭാര്യയുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് എല്ലാ ദിവസവും ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ 4ാമത്തെ ദിവസം വ്യാഴാഴ്ച ഞാൻ തനിച്ചൊരു മുറിയിൽ വിശ്രമിക്കുമ്പോൾ രാത്രിയിൽ എന്റെ കാലിൽ ഇങ്ങനെ രാത്രി 12:30 ആയപ്പോൾ എന്റെ കാലിൽ നിന്ന് എന്തോ തലോടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കാല് കുടഞ്ഞു. വീണ്ടും കാലയിൽ ഇങ്ങനെ തടകുന്നു. ഞാനിങ്ങനെ ബെഡ് സ്വിച്ച് ഇട്ട് നോക്കി, ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ സഹധർമ്മിണി എൻ്റെ കാൽക്കൽ വന്നിരിക്കുകയാണ്. കയ്യിൽ കിഴിക്കൊട്ടുകൊണ്ട് ഒരു സ്കാർപ്പില് തന്റെ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി അതിനെ ഏൽപ്പിക്കുവാൻ വന്നതാണ്. സ്തോത്രം. അതിനു മുമ്പ് ഞാൻ അന്ന് താമസിച്ചിരുന്ന വീട് സ്ഥലവും ഞാൻ വാങ്ങിയത് അതിന്റെ അല്പം കടഭാരം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ആഭരണമൊക്കെ ഒന്ന് തരണം, ഒന്ന് പണയം വെക്കണം, കടം വീട്ടുവാനാണ്. എന്നോട് പറഞ്ഞു, സ്ഥലം വാങ്ങിച്ചവർ കടം വീട്ടിക്കൊള്ളണം. അങ്ങനെ ഇരുന്നു. അന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് അത് പണയം വെക്കണ്ട, ഈ ആഭരണമെല്ലാം വിൽക്കാം, വിറ്റ് കടം വീട്ടാം. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ശനിയാഴ്ച ദിവസം സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുവാൻ അന്ന് അങ്ങനെ പാസ്റ്ററോട് പറയുവാനിടയായി തീർന്നു. സ്നാനത്തിനുള്ള ക്ലാസ് കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ചർച്ച ബോർഡിന്റെ മുൻ ഓഫീസറായിരുന്ന പാസ്റ്റർ KC ജോൺ സാർ, അദ്ദേഹം വന്ന് കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വന്ന് എൻ്റെ അതേ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്ഥാന ശുശ്രൂഷ നടത്തുവാനിടയായി. അങ്ങനെ സ്തോത്രം ഹാലി എന്നോട് വളരെ അതേ സ്തോത്രം, ഹല്ലേലൂയ, വിരോധത്തിൽ നിന്ന്
അതെ എന്റെ പ്രിയപ്പെട്ടവളെ സഹധർമ്മിണിയെ അതേ ജലസ്നാനത്താൽ അതേ കർത്താവിനോട് ചേരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിന്. അങ്ങനെ തുടർന്നുള്ള പ്രാർത്ഥനയില് അതേ സ്തോത്രം, അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്നും അതേ സഹധർമ്മിണിയെ കർത്താവ് പൂർണ്ണമായി വിടിവിക്കുവാൻ ഇടയായി. തിരുവെടുത്ത് പറയുന്ന പോലെ അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും അണിയിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിന്റെ ദൈവങ്ങൾക്ക്, ഈ ലോകത്തിന്റെ മധ്യസ്ഥന്മാർക്ക്, ഈ ലോകത്തിന്റെ പുണ്യവാളന്മാരെന്ന് പറയുന്നവർക്ക് അതേ സ്തോത്ര ആ പ്രാർത്ഥനയിലൊന്നും ലഭിക്കാത്ത ഒരു വിടുതൽ എനിക്ക് ലഭിക്കുവാനിടയായി. പറയുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ അനേക പ്രിയപ്പെട്ടവര് അവരുടെ കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നു. അനേക ആത്മഹത്യയിലൂടെ അതേ കടന്നു പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സത്യ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അതേ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനിടയായിരിക്കും. ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, എല്ലാം പുതുതായി തീർന്ന അവസ്ഥയിലേക്ക് എന്നെ കുടുംബത്തെയും നടത്തുവാൻ യേശുവിന്റെ നാമത്തില് അതേ സാക്ഷ്യത്തിന് അവിടെ കൊണ്ട് തൽക്കാലം ആ സാക്ഷ്യം നിർത്തിയിട്ട് ഞാൻ വായിച്ച തിരുവഴുത്തിലേക്ക് കടക്കണമല്ലോ. നമ്മൾ വായിച്ചത് യോബിന്റെ പുസ്തകം 39-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര്, വനഗർഭത്തെ കെട്ടഴിച്ചതാര്. സ്തോത്രം, ഹല്ലേലൂയ. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാ, വനഗർഭത്തെ കെട്ടഴിച്ചതാ. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് തന്റെ ഭക്തനായ ഇയ്യോബിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്ക് വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. 39-ാം അധ്യായത്തിൽ ഏതാണ്ട് 30 വാക്യങ്ങളുണ്ടെങ്കിൽ അതില് 18 ചോദ്യങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബ് എന്ന് പറഞ്ഞ ഭക്തനെ കുറിച്ച് നാം അറിയണം. സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഒരു ഭക്തന് വേണ്ട അതേ സ്തോത്രം ചില ക്വാളിഫിക്കേഷൻ അത് ഇയ്യോബിനുണ്ടായിരുന്നു. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇയ്യോബിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. വായിക്കാം. ഇയ്യോബ് 1:1. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ച് ഒന്നവൻ നിഷ്കളങ്കനാണ്, 2 നേരുള്ളവൻ, ദൈവഭക്തൻ, 3 ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, 4 ദോഷം വിട്ടകലുന്നവനായിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവദാസന്മാരും ദൈവമക്കളും അതേ സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് നമുക്ക് വേണ്ടത് നിഷ്കളങ്കതയാണ്. അതേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പാമ്പിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. നിഷ്കളങ്കരായിരിക്കണം. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്ന അതേ സ്തോത്രം, ഹല്ലേലൂയ, തന്റെ ഭക്തനായ ഇയ്യോബിനോട് അതേ സ്തോത്രം, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ചുഴലിൽ കാറ്റിൽ നിന്നുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ ആ ശരത്കാലം നമുക്ക് വായിക്കുവാനിടയായിത്തീർന്നത്. അതേ സ്തോത്രം, ഇവിടെ വായിക്കുന്നു, കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാർ, വനഗർഭത്തെ കെട്ടഴിച്ചതാ. എന്താണ് ഈ കാട്ടുകഴുത? എന്താണ് ഈ വനഗർഭം? സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അല്ലെങ്കിൽ തമിഴ് വേർഷൻ വായിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വേർഷനില് വൈൽഡ് ഡോങ്കി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേ സ്തോത്രം, തമിഴിൽ വായിക്കുമ്പോൾ അത് കാട്ടുകഴുത എന്നാണ്.
അതേപോലെ കാട്ടുകഴുതയും വനഗർത്തവും both are same, രണ്ടും ഒന്നാണ്. സ്തോത്രം. കാട്ടുകഴുതയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴുതയെ കുറിച്ചും ചിന്തിച്ചിട്ട് പോകാം. സ്തോത്രം. എന്താണ് ഈ കാട്ടുകഴുതയെ കുറിച്ച് അത് അറിയുന്നതിന് മുമ്പേ അതേ സ്തോത്രം കഴുതയെ കുറിച്ചും ചിന്തിക്കാം. കഴുതയെ സംബന്ധിച്ച് അതേ സ്തോത്രം ഹല്ലേലൂയ വിഴുപ്പ് പാണ്ഡങ്ങളും അതേ ചുമടുകളൊക്കെ ചുമക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് കഴുത. ഈ കഴുതയെ സംബന്ധിച്ച് നമ്മൾ കന്നുകാലിയെ വളർത്തുന്നത് പോലെ പ്രത്യേക ഒരു സ്തോത്രം ഹല്ലേലൂയ ഒരു സംവിധാനമോ ഒരു കൂടോ അതിന്റെ ചുറ്റുവട്ടങ്ങളോ ഒന്നും കഴുതയ്ക്കില്ല. സ്തോത്രം. അതേ ചുരുക്കം വാക്കുകൾ പറഞ്ഞാൽ ബോധിച്ചതൊക്കെ കഴിച്ച് ബോധിച്ച സ്ഥലത്തൂടെ നടന്ന് ബോധിച്ചെടുത്ത് കിടക്കുന്ന ഒരു മൃഗമാണ് നാൽക്കാലിയാണ് കഴുത എന്ന് പറയുന്നത്. കഴുതയും കുതിരയായിട്ടുള്ള വ്യത്യാസം, കഴുതയുടെ കഴുത്തെപ്പോഴും ഇങ്ങനെ തല എപ്പോഴും താഴോട്ടിരിക്കും. കുതിരയെ സംബന്ധിച്ച് അതിന്റെ തല എപ്പോഴും ഉയർന്നിരിക്കുവാനിടയെത്തിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എത്ര വിഴുപ്പ് പാണ്ഡങ്ങളെടുത്ത് വെച്ചു കൊടുത്താലും അതിനൊരു പരാതിയുമില്ല. അതിങ്ങനെ ചുമന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കഴുതയെ അതേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് സ്തോത്രം ഹല്ലേലൂയ ഈ കഴുത എന്ന് നമുക്ക് ഒന്ന് തിരുവഴുത്തിലൂടെ ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 10-11 വാക്യങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുന്നത് കൊണ്ട് അവൻ ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ കാട്ട് കഴുതയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കാട്ട് കഴുതയെ പോലുള്ള ഒരു മനുഷ്യനായിരിക്കും. നമ്മൾ പഠിക്കുമ്പോൾ മലയാളമൊക്കെ പഠിക്കുമ്പോൾ ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം കാട്ട് കഴുതയെ പോലെ ഉള്ളൊരു മനുഷ്യനായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാം. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ അറിയുന്നതിന് മുൻപ് അത് ലോകത്തിന്റെ ആയിരിക്കുന്ന പാപവഴികളിലും ലോകത്തിന്റെ മോഹവഴികളിലും ജീവിച്ച എന്നെയും നിങ്ങളെ കാരുണ്യ സ്നേഹം തേടി വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൈ പലർക്കും ഭാരമായി തീരും. പലരുടെയും കൈ നമുക്കും ഭാരമായി തീരും. ദേശത്ത് നമ്മളൊരു കീടപാത്രമായി തീരുവാൻ ഇടയായി തീരും. ഈ കർത്താവിനെ കണ്ടെത്തിയതുകൊണ്ടാണ് അതേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് അതേ ക്രിസ്തുവിൻ പത്രമായി ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി നാം ക്രിസ്തുവിൻ പത്രമായി വെളിപ്പെടുവാനിടയായി തീരണം. ഹല്ലേലൂയ. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ കാട്ടുകഴുതയെ പോലുള്ളൊരു മനുഷ്യനായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അവന് കാട്ടുകഴുതയ്ക്ക് തുല്യമായ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ കാര്യങ്ങൾ അതിലേക്ക് സവിസ്തരമായി പോകുന്നില്ല. പെട്ടെന്ന് കർത്തവേശ് നമ്മുടെ മുൻപിലുള്ളതുകൊണ്ട് അതേ സ്തോത്രം പെട്ടെന്ന് വചനത്തിലേക്ക് കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 23, 24 വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാ പ്രവചനം 2-ന്റെ 23, 24 വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 23. ഞാൻ മലിനമായിട്ടില്ല, ഞാൻ മലിനയായിട്ടില്ല, ഞാൻ ബാൽ വിഗ്രഹങ്ങളോട് ചെന്ന് ചേർന്നിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാം? എന്നും നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? താഴ്വരയിലെ നിന്റെ നടപ്പൊന്ന് വിചാരിക്കുക. നീ ചെയ്തത് ഓർക്കുക. വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരണ്ടോടുന്ന
വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിരഞ്ഞോടുന്ന പെണ്ണൊട്ടകമല്ലയോ നീ? പെണ്ണൊട്ടകമല്ലയോ നീ? നീ മരുഭൂമിയിൽ നീ മരുഭൂമി ശീലിച്ച് അതിമോഹം പൂണ്ട് കിടക്കുന്ന കാട്ടുകഴുത തന്നെ. കാട്ടുകഴുത തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് കഴിഞ്ഞ കാലങ്ങളില് കർത്താവിനെ കുറിച്ച് അത് വ്യക്തമായി അറിയുന്നതിന് മുൻപ് ഞാനും നിങ്ങളും നടന്നത്, അതെ ഞാനും നിങ്ങളും ചെയ്തത്, നമ്മുടെ താഴ്വരയിലെ നടപ്പിന്റെ പകൽക്കാലം ഒന്ന് ഓർക്കണം. നീ ചെയ്തതിന്റെ പകൽക്കാലം ഒന്ന് ഓർക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരഞ്ഞോടുന്ന പെണ്ണൊട്ടകമല്ലയോ നീ? അതേ സ്തോത്രം. ഹല്ലേലൂയ. നീ അതിമോഹം പൂണ്ട് കിടക്കുന്ന കാട്ടുകഴുത തന്നെ എന്ന് തിരുവെടുത്ത് അതേ സ്തോത്രം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാട്ടുകഴുതയ്ക്ക് സമാനമായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഈ കഴുതയ്ക്കൊരു പ്രമാണമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, കഴുതയ്ക്കൊരു പ്രമാണമുണ്ട്. കഴുതയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കഴുത്തൊടിച്ച് കളയണം. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു കാട്ടുകഴുതയ്ക്ക് സമാനമായി ജീവിച്ച എന്നെയും നിങ്ങളെയും അതേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കഴുത്തൊടിച്ച് കളയേണ്ട സ്ഥാനത്ത് അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് അതേ സ്തോത്രം തിരുവെടുത്ത് പറയുന്നത് നമ്മൾ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം കർത്താവ് നമ്മളെ കണ്ടു. അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുൻപ് എന്നെ നിങ്ങളെ കർത്താവ് കണ്ടു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അതേ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കാൽവരിയിൽ പരമയാഗമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നാം തിരുവെടുത്ത് വായിച്ചല്ലോ, എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ അതേ സ്തോത്രം ജന്മഭാവവും കർമ്മഭാവത്തിനു വേണ്ടി അനേക കർമ്മങ്ങൾ നാം ചെയ്തു. ഹല്ലേലൂയ. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ അല്ലെ ഐസൊട്ടയിലടിച്ച പെയിന്റ് പോലെ പല കർമ്മങ്ങൾ നമ്മൾ ചെയ്തെങ്കിലും ഇതൊന്നും പാപത്തിനൊരു അതേ ശാശ്വത പരിഹാരമല്ലായിരുന്നു. എന്നാൽ സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീരുമാനതയായിരുന്നു. പരമയാഗത്താൽ നമ്മുടെ ജന്മഭാഗത്തിന് പൂർണ്ണമായി വിടുതൽ ലഭിക്കുവാൻ ഇടയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതേ വചനപ്രകാരം അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ വചനപ്രകാരം ഒരു മനുഷ്യൻ, ഒരു വ്യക്തി കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം പറയുന്നതുപോലെ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ നമ്മളെ വിശ്വസിച്ചാലുമില്ലെങ്കിലും നമ്മുടെ ജന്മഭാവം കർത്താവിന്റെ കാൽവരി ക്രൂശിൽ മരണത്താൽ അത് കട്ട് ഓഫ് ആയി. ഇനി നമ്മുടെ കർമ്മഭാവമാണ്. നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അതേ പ്രായം, ആ സമയം വരെ അതേ സ്തോത്രം നാം ചെയ്ത പാപം, വ്യക്തിപരമായി നാം ചെയ്ത പാപം അതേ സ്തോത്രം കൂടാരത്തിലൂടെ നമ്മളും നമ്മുടെ സഹോദരരെ കുടുംബവും അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളും ചേർന്ന പാപം അതും ദൈവം ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മൾ ക്ഷമിക്കുവാനിടയായിത്തീരും. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ദൈവത്തിന്റെ വചനമായിരിക്കാൻ നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദിനം പശ്ചാത്താപത്തോടെ മാനസാന്തരത്തോടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പാപമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥന കൂട്ടി അത് നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരും. യേശു അങ്ങനെ അതേ തിരുവെടുത്ത് പറയുന്നു, നിങ്ങളേറെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി തീരണം. അത് നമ്മള് ഫലം കായ്ക്കുന്നതിലൂടെയാണ് കർത്താവിന്റെ ശിഷ്യരായി തീർന്നത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മഹാനിയോഗം
ഗ്രേറ്റ് കമ്മീഷൻ. അതേ സ്തോത്രം, ഹല്ലേലൂയ. തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എനിക്ക് തന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിക്ഷയാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാൻ വാക്ക് പറഞ്ഞ കർത്താവ്. അതേ സ്തോത്രം, ഹല്ലേലൂയ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീരായാലും അതിനൊക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും. അങ്ങനെ അതേ വചനപ്രകാരം രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അതേ സ്തോത്രം, ഹല്ലേലൂയ. അതേ വചനപ്രകാരം വിശ്വസിച്ച് സ്നാനമേൽക്കണം. അതേ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാപത്തിൽ അകപ്പെടും. അതേ സ്തോത്രം, അതിന് യാതൊരു അപ്പീലുമില്ല. അതേ വിശ്വസിച്ച് അതേ മുഴുവൻ സ്നാനത്താൽ, വിശ്വാസ സ്നാനത്താൽ കർത്താവിന്റെ ജനത്തിൽ സാക്ഷിമാരുടെയായിത്തീരണം. അങ്ങനെ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ വിശുദ്ധിയോടെ വേർപാടോടെ അതേ സ്വന്തം അപ്പോസ്തലിക ഉപദേശം 7 അനുസരിച്ച് ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ വേറിട്ട് ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന അവിടുത്തെ വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ ചേർക്കുവാൻ കർത്താവ് താമസമെന്ന മധ്യാകാശത്ത് വരും. തിരുവഴുത്തതിനെ കുറിച്ച് പറയുന്നു, ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരാ പിന്നെ ജീവനോട് ശേഷിക്കുന്ന എടുക്കപ്പെടും. അതേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മരണം മൂലമായി ലോകത്ത് മാറ്റപ്പെട്ടില്ലായെങ്കിൽ കർത്താവിന്റെ വരവിൽ അതേ മരിച്ചവരാദിക്കും പിന്നെ ജീവനോട് മേഘങ്ങൾ എടുക്കപ്പെടുവാനിടയായി യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ കാട്ടുകഴുതകളായിരുന്ന എന്നെയും നിങ്ങളെയും കാൽവരിലെ സ്നേഹം തേടി വന്നു. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതേ നമ്മളെ സടിച്ചൊടിച്ചു കളയേണ്ട സ്ഥാനത്ത്, നമ്മളതില്ലാതായി തീരേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി അതേ സ്തോത്രം, ഹല്ലേലൂയ. അതേ കാൽവരിൽ പരമയാഗമായി നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന്റെ ശിരസിൽ ഉൾപ്പെടുത്തി തറയ്ക്കുന്നതിനിടയായി സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയവിചാരങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന്റെ വിലാപ്പുറം കുത്തിപ്പോകുന്നതിനിടയായി അവസാനത്തുള്ള രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. നമ്മുടെ കൈകാലുകൾ കൊണ്ട് നടന്ന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന്റെ പൊൻകൈകാലുകളിൽ കാലിനമ്പാടുകൾ തറയ്ക്കുന്നതിനിടയാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, ജഡത്തിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുത്തെ ശരീരം ഉഴവുചാല് പോലെ, ഉഴുതു മറിച്ച കണ്ടം പോലെ ചമ്മട്ടികളാൽ അടിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. കർത്താവ് അനുഭവിച്ച പാപമില്ലാത്തവൻ, അതേ അനുഭവിച്ച വേദന എന്നെയും നമ്മൾ നിങ്ങളെയും വീണ്ടെടുക്കുവാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അതേ സ്തോത്ര സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താനന്റെ അതേ സ്തോത്രം മാർവിടവും അതേ സ്വർഗീയ സിംഹാസനം വിട്ടു ഈ താണലോകത്തേക്ക് വന്ന് അതേ സ്തോത്രം, ഹല്ലേലൂയ. 30 വയസ്സ് വരെ അതേ ലോകപ്രകാരം ഏൽപ്പിക്കപ്പെട്ട ആരാധന കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ തിരുവയസ്സിൽ അതേ യോർദാനിൽ ശ്രാവയോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമെടുക്കുവാനിടയായിട്ടുണ്ട്. അതേ അവിടെ ത്രിത്വത്തിന്റെ സമ്മേളനമായിരുന്നു. ഇതാ അതേ സ്തോത്രം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവ് പറയുവാനിടയായി തീർന്നു. അതേ സാക്ഷാൽ പുത്രനായവൻ യോർദാൻ നിൽക്കുന്നു. പരിശുദ്ധാത്മാ പ്രാവുന്ന രീതിയിൽ അവിടെ പറന്ന് എഴുന്നള്ളുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. തുടർന്നുള്ള 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയില് അതേ സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവ് അതേ സാക്ഷാൽ മനുഷ്യപുത്രനും ദൈവപുത്രനുമാണെന്ന് അതേ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്ത്, ഓമരെ സംസാരിക്കുമാറാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അതേ സ്തോത്രം, 12 വർഷത്തെ കാലം രക്തസ്രാവത്താലായിരുന്ന സ്ത്രീ അതേ സ്തോത്രം വിശ്വാസത്താൽ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ക്ഷണത്തിൽ അവൾ വിടുതൽ പ്രാപിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൽ നിന്നും ശക്തി പുറപ്പെടുവാനിടയായിരുന്നു. അതേ അവൾ വ്യാപരിച്ച അതേ സ്തോത്രം
പൈശാചികമായ പോരാട്ടം മാറുവാനിടയായി തീർന്നു. 18 വർഷക്കാലം കൂലിയായിരുന്ന ആ സ്ത്രീ വ്യാപരിച്ച പൈശാചിക ബാധയെ ശാസിച്ച് അവിടെ പൂർണ്ണത വരുവാനിടയായി തീർന്നു. ഇന്നലെ 38 വർഷക്കാലം ബെഥസ്ദ കുളക്കടൽ കിടന്ന തളർവാദ രോഗിയെ തിരുവായി ഒഴിഞ്ഞപ്പോൾ നീതിന്റെ കിടക്കെടുത്ത് പോകാൻ നടക്കാൻ പറഞ്ഞപ്പോൾ നടക്കുവാനിടയായി തീർന്നു. എന്തിനു മരിച്ച് 4 ദിവസങ്ങളിൽ നാട്ടം വെച്ച രാസന്നെ ഉയർപ്പിച്ച കർത്താവ്. അതേ സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് അനേക പാപികളെ അതേ സ്തോത്രം ഹല്ലേലൂയ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം കൊടുക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട് ആത്മഹത്യയിലൂടെ അതേ നഷ്ടപ്പെട്ടു പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കർത്താവ്. അതേ സ്തോത്രം നമുക്ക് വേണ്ടി കാൽവരിൽ പരമയാഗമായി തീർന്നു. അതേ കർത്താവ് താമസമിന മധ്യാകാശത്തിൽ വരും. അതേ ലോകം ഏകലോക ഭരണാധികാരിയുടെ കീഴിലേക്ക് കടന്നു പോവുകയാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് വേർപെട്ട ദൈവജനത്തിന് പ്രത്യാശയുണ്ട്. നമ്മുടെ അനുമത നമ്മളെ ചേർക്കോ താമസമിന മധ്യാകാശത്തിൽ വരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അതേ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 11:1 മുതൽ. അവൻ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബെത്ഫാഗയിൽ ബെഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചവരോട് നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതെ, ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരും. ഞാനും നിങ്ങളും അതേ ലോകത്തിന്റെ പാവവഴി ജീവിക്കുന്ന അനേക കഴുതകളെ കാട്ടുകഴുതകളെ അഴിക്കുവാൻ തക്കവണ്ണം 20 വർഷങ്ങൾ ദൈവസന്നിധിയിൽ അതേ സ്തോത്രം ഹല്ലേലൂയ കൃപയും കൃപാവരങ്ങളും പ്രാപിച്ച് ആത്മാക്കളെ നേടുവാനുള്ള അതേ സ്തോത്രം കൃപ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പ്രാപിക്കണം. ഹല്ലേലൂയ. കണ്ണിനോട് വിളിക്കുന്നവൻ ആത്മാവോടെ കൊയ്യും. ഹല്ലേലൂയ. അവരെ കഴുതക്കുട്ടി അഴിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. വായിക്കാം. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. കഴുതക്കുട്ടിയുടെ മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതേ സ്തോത്രം ഈ കഴുതക്കുട്ടിയിന്മേൽ വാഹനമേറുവാനിടയായി തീർന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. സ്തോത്രം. ഹല്ലേലൂയ. അതെ, അവരുടെ വസ്ത്രങ്ങൾ അവരുടെ അതേ പ്രശസ്തിക്കും പ്രതാപത്തിനും അവരുടെ കുടുംബ മഹിമയ്ക്കും തക്കതായ വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിരിക്കുവാനിടയായി തീർന്നു. അതേ വസ്ത്രം വിരിക്കുവാനില്ലാത്തവർ അടുത്ത പറമ്പുകളിൽ പോയി അതേ സ്തോത്രം വൃക്ഷങ്ങളുടെ ചില്ലിക്കൊമ്പുകൾ വെട്ടിയിടുവാനിടെ ഒലിവമര അതേ കൊമ്പുകൾ വെട്ടിയിടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണമേ, ഈ വസ്ത്രങ്ങൾ അതേ നമ്മുടെ വിഐപികൾക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുമല്ലോ. അതേ സ്തോത്രം. അവർക്ക് നടന്നു വരുവാൻ അതേ സ്തോത്രം റെഡ് കാർപ്പറ്റ് വിരിപ്പിച്ചതുപോലെ അതേ സ്തോത്രം രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ അതേ സ്തോത്രം നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കർത്താവിനെ നടക്കുവാൻ അല്ല, അതെ കർത്താവിനെ ചുമന്ന കഴുതയ്ക്ക് നടക്കുവാനാണ് അവർ അവിടെ ഒരുക്കിയത്. അതേ സ്തോത്രം. ഒരു കാട്ടുകഴുതയ്ക്ക് സമാനമായി ഈ ലോകത്തിന്റെ പാപവഴികളും ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ച അതേ
ഞാനും നിങ്ങളും ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അത് പിൻപറ്റുവാൻ, വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കുവാൻ, വാഴ്ത്തപ്പെട്ട കർത്താവിനെ അല്ലെങ്കിൽ തിരുവഴുത്തി ചുമക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയില്ലയോ? ശത്രുവായവൻ അതേ സ്തോത്രം ഹല്ലേലൂയ, അതേ ചവച്ചു തുപ്പിയ ഒരു കരിമ്പിൻ ചണ്ടിക്ക് സമാനമായി ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ പാവവഴികളില് അതേ സ്തോത്രം ഹല്ലേലൂയ, അതേ സ്തോത്രം ലോകത്തിൽ അതേ നമ്മൾ അതേ പാരമ്പര്യമായി അനുഭവിച്ചിരുന്ന ദൈവങ്ങളെ ആരാധിച്ചു വന്നു. എന്നാൽ കർത്താവ് നമ്മളെ കർത്താവിന്റെ സ്നേഹം തേടി വന്നു. കർത്താവിനെ ചുമന്നതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ നമുക്ക് മാന്യത ലഭിക്കുവാനിടയായിട്ടുണ്ട്. ആ കള്ളക്കുട്ടി കർത്താവിനെ ചുമന്നതുകൊണ്ടാണ് അതിന് ഒരു രാജകീയ വീതി ഒരുക്കുവാൻ ഇടയായി തീർന്നത്. അതേ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഈ കർത്താവിനെ ചുമന്ന് നിഷ്കളങ്കതയോടെ അതേ സ്തോത്രം യഹോവഭക്തിയോടെ നേരുള്ളവനായി ദോഷം വിട്ടകലുന്നവനായി ഈ ലോകത്തിൽ ജീവിച്ചാൽ അതേ സ്തോത്രം ആ കഴുതയ്ക്ക് കിട്ടിപ്പോലുള്ള രാജവീതികൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാനിടയായി തീരും. അതേ സ്തോത്രം പല സ്ഥലങ്ങളിലും അതേ പല വ്യക്തികളുടെ മുൻപിലും നിന്ദിക്കപ്പെടേണ്ടവരും പരിഹസിക്കപ്പെടേണ്ടവരും, എന്നാൽ നമ്മളെക്കാൾ അധികമായി നമ്മുടെ കർത്താവ് പരിഹസിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. അതേ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് നമുക്ക് ശാപമായി പകരമായി ശാപമായി തീർന്നു. അതേ സ്തോത്രം കർത്താവിന്റെ വാഗ്ദത്തം, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല എന്ന് പറഞ്ഞ കർത്താവ്. സ്തോത്രം ഹല്ലേലൂയ. അതേ കർത്താവിനെ ചുമന്നതുകൊണ്ട് അതേ സ്തോത്രം ആ കഴുതക്കുട്ടിക്ക് ലഭിച്ചതുപോലെ രാജീയ തെരുവീതികൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളില് പാരമ്പര്യത്തിന് കെട്ടുകളിൽ നിന്ന് പൗരോഹിത്യ ബന്ധനങ്ങളും ജാതിയെ പോലെ അകപ്പെട്ടിരുന്ന എന്നെയും നിങ്ങളെയും അതേ കാൺവെർഷനെയൊക്കെ തേടി വചനം പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് ഒന്നേ വെള്ളിയിൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്ര. ആ വിലയേറിയ രക്തം സ്തോത്രം ഇന്നും അനേകരെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. പലപ്പോഴും ഈ ലോകപ്രകാരം അതേ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ധനവും അതേ സ്തോത്രം ഹല്ലേലൂയ ആർഭാടങ്ങളും ഒന്നുമില്ലെങ്കിലും അതേ സന്തോഷത്തോടെ ജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, സമാധാനത്തോടെ ദൈവത്തെ നോക്കുവാൻ നമ്മളെ സഹായിച്ചല്ലോ. തിരുവെടുത്ത് പറയുന്ന പോലെ അവങ്കിലേക്ക് നോക്കിയവർ ആശയത്തെ അവിടെ മുഖമോ ലജ്ജിച്ചു പോകാൻ ഇടയായി തീരുക. പലപ്പോഴും നമ്മൾ ലജ്ജിക്കപ്പെടുന്നുണ്ടെങ്കിലും അതേ സ്തോത്രം ഹല്ലേലൂയ, അതേ ഈ ഏകലോക ഭരണാധികാരി ലോകത്തെ ഭരിക്കുമ്പോൾ അത് നാം കർത്താവിനോടുകൂടി മധ്യാകാശത്തിൽ മണിയറവാക്ഷരായിരിക്കണം. അതിനുശേഷം കർത്താവിനോടുകൂടി അതേ നാം കർത്താവിന്റെ അംബാസഡേഴ്സായി ഈ ലോകത്തെ 1000 ആണ്ട് ഭരിക്കും. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് നിത്യതയുണ്ട്. അതേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശാശ്വത ഭവനത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമോ. കർത്താവിനോട് കൂടി അതേ സ്തോത്രം ഹല്ലേലൂയ അതേ ആയിരിപ്പാൻ അനേകർ, നമ്മുടെ ബന്ധുമിത്രാദി ചാർച്ചക്കാർ, അനേക പ്രിയപ്പെട്ടവർ, നമ്മുടെ പരിചയത്തിലുള്ളവര് അനേകര് അതേ സ്തോത്രം ഹല്ലേലൂയ നിത്യത നരകത്തിലായിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിനോടുകൂടി നിത്യതയിൽ ഈ മകൾ ഭാഗ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്ന അതേ തീർത്ത ആ ദൈവ സമാധാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവെടുത്ത് പറയുന്നു, അതേ സ്തോത്രം ഹല്ലേലൂയ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവനെന്ത് പകരം കൊടുക്കും. രക്ഷയുടെ വാന മാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അതേ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിലും ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ അനവധിയാണ്. അതേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മളെ ഒന്നിച്ച് പഠിച്ച, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ട്രെയിനിങ് കഴിഞ്ഞ, ഒന്നിച്ച് ജോലി ചെയ്ത അതേ നമ്മുടെ പരിചയക്കാരും പ്രിയപ്പെട്ടവർ അനേകര് വളരെ ദാരുണമാവിധം ഈ ലോകത്ത് മാറ്റപ്പെട്ടു. അവരൊക്കെ മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നു. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തി ഇത്രത്തോളം ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ.
അതേ സ്തോത്രം കർത്തമേശ നമ്മുടെ മുൻപിൽ ആയിരിക്കുമല്ലോ. നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമുള്ളതിനാൽ അതേ സ്തോത്രം ഇവിടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നാം വായിച്ചു ഒരു വാക്യത്തിന് വീഴുമ്പോൾ കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാ, വനഗർഭവത്തെ കെട്ടടിച്ചതാ. അതേ ഭക്തനായ യോബിനോട് ചോദിച്ച ചോദ്യമാണ്. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തോട് നമ്മുടെ ആയിരിക്കുന്ന മാനസിക ബന്ധങ്ങൾ അനുഭവിക്കുമ്പോൾ, ഞെരുക്കം അനുഭവിക്കുമ്പോൾ, അതേ പ്രയാസം അനുഭവിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ അതേ നമ്മുടെ കർത്താവ് നമ്മളോട് ഏറ്റവും ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ പോലും നമുക്ക് മറുപടി പറയുവാനും അതേ കാട്ടുകഴുതയെ അടിച്ചുവിട്ടതാണ്, വനകർത്തവത്തെ കെട്ടടിച്ചതാണ്. ഈ ലോകത്തിന്റെ പാവഴികളില് ശത്രുവിന്റെ അടിമനുഖത്തിൽ അകപ്പെട്ടിരുന്ന എന്നെയും നിങ്ങളെയും കാൽവരിൽ സ്നേഹം തേടി വന്ന് വിടുവിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, അനേകർക്ക് ഈ മകൻ ഭാഗ്യം, മകൻ സന്തോഷം ലഭിക്കാതിരിക്കുമ്പോൾ അതേ എനിക്കും നിങ്ങൾക്കും ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും അതേ ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം കർത്താവിനെ സ്തുതിക്കുക മാത്രമല്ല കർത്താവിനെ സാക്ഷീകരിക്കാനുള്ള പകൽ ഭാഗ്യം നമുക്ക് തന്നു. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവം ഇരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.